നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്. അതായത് അവില് വിളയിക്കുക എന്നൊക്കെ പറയില്ലേ, അവില് വിളയിച്ചത് അല്ലെങ്കിൽ അവില് നനയ്ക്കുക എന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഡിഷാണ് ഉണ്ടാക്കണേ. വേറൊന്നുമല്ല, ഇന്ന് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഒരു സ്വീറ്റ് ഡിഷ് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോ അത് ഞാൻ എങ്ങനെയാ എന്റേതായിട്ടുള്ള സ്റ്റൈലിൽ എങ്ങനെയാ ഉണ്ടാക്കുക നിങ്ങളെ കാണിച്ചു തരാം. അപ്പോ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ എല്ലാവരും എന്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നന്ദി, നമസ്കാരം. ഇന്ന് കുറച്ച് അവില് വിളയിക്കുകയാണ്. അപ്പൊ കുറച്ച് ഇങ്ങനെ കട്ടിയുള്ള കുറച്ച് അവില് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇനി നമ്മൾ ഇതൊന്ന് കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വെക്കണം. അപ്പൊ ഇത് സോഫ്റ്റ് ആവും അവില്. എന്നിട്ട് വേണം ശർക്കര പാനിയാക്കി നമ്മൾ അവില് വിളയിച്ചത് ഉണ്ടാക്കാൻ കേട്ടോ. അവില് നനയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ഇപ്പം നല്ലവണ്ണം തേങ്ങയായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒരു 2-3 മണിക്കൂർ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഓക്കെ, ഞാൻ ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഗ്യാസിലേക്ക് ഒന്നല്ല വെക്കണേ. പാവ് കാച്ചിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. നമ്മളെല്ലാം ഇത് ഗ്യാസിൻ്റെ അടുത്തൊന്നും വെക്കണ്ട, ഇതിൽ ഒഴിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം എത്ര വേണമെന്ന് നമുക്കറിയാം. കണ്ടോ, ഞാൻ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം അതാ പിന്നെയും ഒഴിച്ചു. അപ്പം ഇത് ഞാൻ ഒരു ഉണ്ട ശർക്കരയാണ് കേട്ടോ എടുത്തേക്കണത്. അത് മുഴുവനും പാവ് കാച്ചി വെച്ചു. നൂൽപ്പരിവൊന്നും ആയിട്ടില്ല. നൂൽപ്പരിവ് അവിടേന് മുമ്പ് ഞാൻ നിർത്തിയിട്ടോ, ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ ശർക്കര പാനിയാക്കിയിട്ട് നൂൽപ്പരിവ് ആവടേന് മുമ്പ് ഞാൻ എടുത്തു. അപ്പോൾ നമുക്ക് ഗ്യാസിലൊന്നും വെക്കണ്ട. ഞാൻ വെറുതെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ഒന്നും ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ചെയ്യാം. കണ്ടില്ലേ, ഞാനത് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഞാനിതിൽ കുറച്ചും കൂടി ഒഴിക്കട്ടെ. ഇത് മുഴുവൻ ഒഴിച്ചേക്കാം, അപ്പോഴേ ആ ഒരു മധുരം കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കിലോ ഇല്ല കേട്ടോ, ഒരു 1/4 കിലോയിലൊക്കെ ഉള്ളൂ അവില്. ഞാൻ 1/2 കിലോൻ്റെ പാക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഒരു 2.5 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ അവില് കേട്ടോ അതിൽ നിന്ന്. അപ്പോൾ എനിക്ക് എത്രയാ കറക്റ്റ് അറിയില്ല, കുറച്ച് അവില് എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇനി ഞാൻ അപ്പുറത്ത് ഗ്യാസിൽ ഇതിപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഇളക്കണത് കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കി ഇത് നല്ല മിക്സായി നല്ല അടിപൊളിയായിട്ടുള്ള അവില് നനച്ചതായി. ഇനി ഞാനിതിൽ പൊട്ടുക്കടലയും എള്ളും കാഷ്യും അണ്ടിപ്പരിപ്പും അത് കാഷ്യൂ തന്നെ സോറി അണ്ടിപ്പരിപ്പും പിന്നെ കിസ്മിസും ഏലക്കായയും കൂടി ഇടും. ഞാൻ എല്ലാവരും മറ്റേ ഇത് ഇടാറ്, പൊട്ടുക്കടലയും എള്ളും. ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടും കേട്ടോ. അപ്പം അത് കൊണ്ടുവന്നിടാം. ഇതാ കണ്ടില്ലേ, ഞാൻ ഈ കറുത്ത് കിടക്കുന്നത് എള്ള്, പൊട്ടുക്കടല, ഇത് കാഷ്യൂ മുന്തിരി, ഏലക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഞാൻ ഇതിൽ മിക്സ് ചെയ്യാണ്. അപ്പം കറക്റ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ കിട്ടില്ലേ, അങ്ങനത്തെ അവില് നനച്ചതാവും. ഇത് നമുക്ക് ഗ്യാസിനകത്ത് വെച്ച് അവിടെ വെച്ചിട്ടൊന്നും നമ്മളിത് ചെയ്യണ്ട. എളുപ്പത്തിൽ ഒരു 5 മിനിറ്റിനും അകത്ത് നമുക്ക് ഈ അവില്, ഞാൻ ഇപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് അവില് തേങ്ങയും ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 1 മണിക്ക് ആണ് ഞാൻ ഇത് ചെയ്യണേ കേട്ടോ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രശ്നം, ആ മിക്സ് ചെയ്ത് വെക്കില്ല കേട്ടോ. ബാക്കിയൊക്കെ പെട്ടെന്ന് പിന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഇതൊക്കെ വറുത്തിട്ടു. നല്ല അടിപൊളി അവില് വിളയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നിട്ട് അവില് നനച്ചത് ഉണ്ടാക്കണേ, എന്നിട്ട് കമൻസിൽ എഴുതണം കേട്ടോ. ഓക്കെ, താങ്ക് യു.